നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഏട്ടൻ വരുന്നുണ്ട്, ഖത്തറിന്ന് വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഏട്ടനെ കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ വിളിച്ചുണർത്താനുണ്ടായത് ഈ ഒരു കിളിയാണ് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷം, ഒരു 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കണത്. എൻ്റെ വീട്ടിലാട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് ജനലിൽ ഭയങ്കരമായിട്ട് മുട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെ ഈ ഒരു കിളിയാണ് കേട്ടോ. ആൾ മുട്ടലാണ്, അതായത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഗ്ലാസ് കണ്ടിട്ടോ, ഇനി ഗ്ലാസിൻ്റെ അവിടെ എന്തെങ്കിലും കണ്ടിട്ടാണോ എന്നറിയില്ല. പക്ഷെ ഇതൊന്നും വരാറുണ്ട് കേട്ടോ ഈ ഒരു കിളി. അപ്പം ഞാൻ വാതിലൊക്കെ തുറന്ന് പുറത്തേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആ കിളി അവിടെ തന്നെ ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുറത്തത്തെ വ്യൂ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ളത്. മുന്നിൽ റബ്ബർ തോട്ടമാണ് കേട്ടോ. സെൻറ്ററിൽ നമുക്ക് റോഡുണ്ട്, പോക്കറ്റ് റോഡാണ്, മെയിൻ റോഡിൽ നിന്നുള്ള പോക്കറ്റ് റോഡാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടമാണ്. സൈഡിലൊക്കെ തേക്കൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് നമുക്ക് വീടുകളൊന്നും ഇല്ലാത്ത, ഫുള്ള് റബ്ബർ തോട്ടമാണ്. അപ്പോൾ നല്ല എന്താ പറയുക, കുറേ നാളിന് ശേഷം വീടിൻ്റെ അവിടുത്തെ രാവിലെയും പ്രഭാതമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ ചെടികളാണ്. ഒക്കെ താഴെ പോയിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. മുറ്റത്ത് കണ്ട ചെടികളൊക്കെ ഒരുപാട് പൂവിട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. എന്തെല്ലാം അമ്മേൻ്റെ അടുത്ത് കുറേ വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. കണ്ണാ കണ്ണാ കണ്ണെന്താ തിന്നണേ? മുട്ട തന്നെയാണോ? തണുപ്പുണ്ടോ കണ്ണിന്? കണ്ണാ വീടുണ്ട് കേട്ടോ. മതി മീ പേടിച്ചു. അപ്പോൾ നമ്മുടെ കണ്ണൻ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ദേ ഇവിടെ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരാഴ്ചയോളം എടുത്ത് വെച്ചിട്ടുള്ള വെണ്ണയൊക്കെ ഒരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എടുത്ത് നെയ്യ് ഉണ്ടാക്കണത് എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എങ്ങനെ നെയ്യ് ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോഴേക്ക് കണ്ട് പഠിക്കുകയും ചെയ്യാം. നമ്മൾ മലാവിൽ നമ്മളങ്ങനെ പാല് വാങ്ങാറില്ല. ഇനിയിപ്പോൾ പാലൊക്കെ വാങ്ങുകയാണെങ്കിൽ പാടൊക്കെ എടുത്ത് വെച്ച് നമുക്ക് നെയ്യ് ഉണ്ടാക്കല്ലോ, നല്ല ശുദ്ധമായ നെയ്യ്. അപ്പോൾ ഇതുണ്ടല്ലോ, അമ്മ കുറേ നാളത്തെ പാൽപ്പാടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. നല്ല തണുപ്പിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പാൽപ്പാടൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അതിന് പാലിൻ്റെ ആ ഒരു ചെറിയ വെള്ളം പോലത്തില്ല അതൊക്കെ കളഞ്ഞ് അതിന് വെണ്ണ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ വെണ്ണ ഉണ്ടാക്കിയെടുത്തത് ഇതാണ്. ഇത് കുറേ മുന്നത്തെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ അതേപോലെ ആക്കിയെടുക്കാൻ വേണ്ടി വെണ്ണയാക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് പിന്നെ അത് ഉരുക്കിയിട്ടാണ് കേട്ടോ നെയ്യാവുന്നത്. അപ്പോൾ മിക്സീൻ്റെ ജാറിക്ക് ഈ പാലിൻ്റെ പാടൊക്കെ ഇടുകയാണ് കേട്ടോ. തണുപ്പിക്കണമല്ലോ അമ്മ, തണുപ്പിക്കണം കേട്ടോ, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അപ്പം ഈ പാൽപ്പാടേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് അടിച്ചെടുക്കണത്. നമുക്ക് മിക്സീൻ്റെ ജാറ് വെക്കാം. അമ്മയാണ് ചെയ്യണത്. അമ്മയ്ക്ക് മടി ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ വെണ്ണ മാത്രമായിട്ട് കിട്ടി. മറ്റേ വെള്ളത്തിൻ്റെ ഒപ്പമുള്ള പാലിൻ്റെ അംശമൊക്കെ വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കിട്ടും. പണ്ടൊക്കെ ഇങ്ങനെ കടകോല് വെച്ചിട്ട് കടഞ്ഞെടുക്കുക കേട്ടോ ചെയ്തത് വെണ്ണ. ഇപ്പോഴത്തെ പുതിയ രീതിയാണ് ഇങ്ങനെ. വെണ്ണ അങ്ങനെ റൗണ്ടിൽ കിട്ടി.
ഇനി ഈ വെണ്ണയൊക്കെ നമ്മൾ ഉരുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അടി കട്ടിയുള്ളൊരു പാത്രം വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ അടി കട്ടിയില്ലാത്ത പാത്രം വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ശരിയായി കിട്ടില്ല. അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് പാത്രം ചൂടായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെണ്ണയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ദിവസത്തെ വെണ്ണ ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതായത് കുറേ നേരം വേണം വെണ്ണയായി കിട്ടണം എന്നുണ്ടെങ്കിലും ഇതിങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് ഇത് പതിയെ ഉരുകി വരണം. എല്ലാ വെണ്ണയും ഉരുകിയതിന് ശേഷം നല്ല പത വരും കേട്ടോ. വെള്ള കളർ പതയായിരിക്കും അതിൻ്റെ ഏറ്റവും മുകളിലുണ്ടാവുക. അത് നമുക്ക് കാണാം കേട്ടോ. ഇതിങ്ങനെ പതിയെ ഉരുകി വരണേ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഉരുക്കി വരുമ്പോൾ നല്ല പത വരും. എന്നിട്ട് ഇതിങ്ങനെ ചൂടാക്കി നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നെയ്യും പാലൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്ന് അത് കൈകാര്യം ചെയ്യണം. അപ്പോൾ നല്ല പത വന്ന് എല്ലാം വെണ്ണ ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പതയുണ്ടല്ലോ, ആ പതയൊക്കെ നല്ലോണം പോകണം. അതായത് ചൂടായി ഈ വെള്ളപ്പാതയൊക്കെ പോയിട്ട് നെയ്യ് നല്ലൊരു ബ്രൗൺ കളർ വരും കേട്ടോ. ഇപ്പോൾ ഒരു യെല്ലോ കളറാണല്ലോ. ഈ യെല്ലോ കളറിന് ഈ വെള്ള കളറൊക്കെ പോകുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോഴാണ് നെയ്യ് റെഡി ആയത് നമുക്ക് അറിയാം കേട്ടോ. അതായത് അതിൻ്റെ ഒരു മൂപ്പാവുന്ന സമയം അപ്പോഴാണ്. ഇത് കണ്ടോ, ഇപ്പോൾ കുറേയൊക്കെ പത പോയി ഒരു ബ്രൗൺ കളറിലുള്ള ഒരു നെയ്യിൻ്റെ കളറായി. ഇനി ഈ വെള്ളമൊക്കെ പോകണം കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കുക. സുന്ദരനായിട്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ഒരുങ്ങി നിക്കുന്നുണ്ടല്ലേ? അതെ, കണ്ണന്റെ അച്ഛനെ കൂട്ടം പോവാ. കണ്ണമോനെ നോക്കട്ടെ. അതെ, എന്റെ ഏട്ടനും അരുണേട്ടൻ ആദ്യമായിട്ടാട്ടോ കാണത്. അതെ, മറ്റൊരളിയൻ. ഞങ്ങളുടെ കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ലീവ് കഴിഞ്ഞ് ഏട്ടൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് അരുണേട്ടൻ വരുന്നത് കല്യാണ സമയത്ത്. ആ, അരുണേട്ടനും എന്റെ ഏട്ടനും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ജോലിന്റെ ലീവ് ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പരസ്പരം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണ അച്ഛനെ കൊണ്ടുവരാൻ പോവാ. ആ, വണ്ടി പോവാണേ. ഏട്ടത്തമ്മയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനും ഏട്ടത്തമ്മയും അരുണേട്ടനും കണ്ണനും കൂടി ആട്ടോ കണ്ണന്റെ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി പോണത്. പോവല്ലേ നമുക്ക്? അങ്ങനെ നമ്മൾ വന്ന് എയർപോർട്ട് എത്തിയിട്ട് എയർപോർട്ടിൻ്റെ എൻട്രൻസ് എത്തി. ഇനി ഒരു ഇച്ചിരി നേരം കൂടെ ഉണ്ട് ഏട്ടൻ വരാൻ. ഏകദേശം 1 മണിക്കൂറും കൂടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ. പതിയെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ എൻട്രൻസിലൊക്കെ എൻട്രൻസിലേക്ക് വന്നു. നമ്മളിനി ഉള്ളിൽ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ണ നമ്മളെവിടെയാ? കണ്ണന് വിമാനം കണ്ടേ? അച്ഛനെ വിളിക്കുകയാണ് ഒരാള്. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മുകളിലേക്ക് പുറപ്പെടലിൻ്റെ അവിടേക്കാട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പം ഇനി താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത്രയും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ താഴെ വരെ നടന്ന് അവിടെ എത്തി. ഓയ് പോലീസ് മാമ ആ വരുന്ന ബ്ലൂ ഷർട്ട് ഇട്ടാണ് കേട്ടോ എൻ്റെ ഏട്ടനെ ഞാനൊക്കെ കുറേ ആയി കണ്ടിട്ടുണ്ട്. 3 വർഷമായി. 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്.
അളിയനും കാണട്ടെ. ആ കുട്ടീനെ അച്ഛൻ കണ്ടിട്ട് അച്ഛൻ കണ്ട് പോയേ. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് ഇനി എത്ര 1.5-2 മണിക്കൂറേ ഉള്ളൂ നമുക്ക്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം ദൂരമല്ല, 2 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. കണ്ണൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. കണ്ണന് ഈ ഒരു വിമാനത്തിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. ബാക്കി ട്രെയിനാണെങ്കിലും കാറാണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വിമാനം മാത്രമേ എൻ്റെ അടുത്ത് ഇല്ലാത്തുള്ളൂ. അതും കിട്ടിയിട്ടോ. നല്ല ലൈറ്റൊക്കെ കത്തിപ്പോണ വിമാനം. എല്ലാവരും സുമീനെ വീട്ടിലേക്ക് പോകാൻ റെഡിയാ നിൽക്കുകയാണ്. സുമിയൊക്കെ ഒരുങ്ങി പാടത്തെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്ന് നമ്മൾ പാടത്തൊക്കെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വന്ന് പിന്നെ നമ്മൾ നേരെ പിന്നെ എൻ്റെ വീട്ടിലേക്കാനായിട്ട് പോകണം. കാരണം കുഞ്ഞിനും മഞ്ചിക്കൊക്കെ എൻ്റെ വീട്ടിൽ വിവാഹ സൽക്കാരമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുമായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മയൊക്കെ ജ്യൂസ് ഉണ്ടാക്കി വെക്കണം. ഇത് കാരക്ക ജ്യൂസാണ് കേട്ടോ, പാലല്ല, കാരക്ക ജ്യൂസാണ്. അപ്പോൾ അതൊക്കെ അമ്മ ഗ്ലാസ്സിലാക്കുന്നുണ്ട്. ഇത് അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ, അതായത് എൻ്റെ അമ്മായി. അവിടെ അടുക്കളയിൽ അച്ഛമ്മ തകൃതിയായിട്ട് ബിരിയാണിയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അച്ഛനിവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുക്കിങ്ങിൽ ഓരോരോ പണിയിലാണ് കേട്ടോ. ചിക്കൻ 65 കേട്ടോ. പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് ബിരിയാണി, ഇത് മട്ടൻ കറി, ദമ്മ് ചിക്കൻ ബിരിയാണി. സ്വാദിഷ്ടമായ നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ബിരിയാണി കേട്ടോ. ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ച് അരി കളക്കിയെടുക്കാം കേട്ടോ. നല്ല കൈമ റൈസ് അല്ല ചേച്ചാ, കുട്ടേട്ടൻ്റെ ബിരിയാണിയാണ്. കുട്ടേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തകൃതിയായിട്ടുള്ള പണിയിലാണ്. ചിക്കൻ വറുത്തതുണ്ട്, മട്ടൻ കറിയുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ പഴംപൊരി. അതായത് ഞങ്ങൾ പഴംപൊരിയും ബീഫും ആണല്ലോ ഏകദേശം ഒരു കോമ്പിനേഷൻ. പക്ഷേ നമ്മൾ അതിന് പകരം പഴംപൊരിയും മട്ടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കി. മട്ടൻ വരട്ടിയതല്ല, കുറച്ചും കൂടി ഗ്രേവിയുള്ള ടൈപ്പിൽ. അപ്പോൾ ഇത് ബിരിയാണി ചെമ്പിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അതായത് ചിക്കൻ അടിയിലിട്ടിട്ട് മുകളിൽ റൈസ് വെച്ചിട്ട് ദം ചെയ്യില്ല. അപ്പോൾ ആ ചിക്കനാണ് മാറ്റിടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് പഴംപൊരിയും മട്ടനും ഫസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ബിരിയാണി ഇട്ടോ. അത് നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണിക്ക് ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കാനുണ്ടോ, നല്ല പച്ചമുളകും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കും. അതാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഉണ്ട്, എല്ലായിടത്തേക്കും ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ മീൻ കറി ഉണ്ട്, ചിക്കൻ വറുത്തത്, സാലഡ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ വെജിറ്റേറിയൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മയും വിജയശേട്ടനും അങ്ങനെ അച്ഛമ്മ ഒക്കെ വെജിറ്റേറിയൻകാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം തകൃതിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി കുറച്ച് ഗ്രേവി കിട്ടുക. കണ്ണാ ധാരാ കണ്ണാ മമ്മ അറിയോ പുതിയ ക്യാമറമാനാ. ഇതിപ്പോ എടുത്തു എന്റെ വണ്ടി വേറെ ആളെടുത്തു. രണ്ടും മഞ്ഞാണല്ലോ. കണ്ണം ബ്ലോക്ക് ചെയ്ത വണ്ടി ഓടിവാ ഓടിവാ ഓടിവാ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പിള്ളേരെല്ലാവരും വണ്ടിയിൽ കളിച്ചിട്ടും അങ്ങനെ ഓരോ ഇതായിട്ടുള്ള ലോകത്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു ലൂഡോയാണോ ഗെയിമാണോ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞാനിപ്പോൾ ഇന്ന് ഇട്ട വീഡിയോ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് നല്ല അടിപൊളിയായിട്ട് തീർന്നു കേട്ടോ. ഒരുപാട് സന്തോഷം, എല്ലാവരും ഒന്നുകൂടെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ അത്. അങ്ങനെ വിരുന്നുകാരൊക്കെ പോയി. ഇനിയിപ്പോൾ ഞങ്ങളും കൂടെ ഇറങ്ങാനുള്ളൂ. ചേച്ചിയും വിശേഷേട്ടനൊക്കെ ആദ്യം പോയിട്ടോ. അവർക്ക് വേറെ കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഇറങ്ങാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ